എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര കേരള സർക്കാർ ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിവിധ വകുപ്പുകളിൽ അവസരമുണ്ട്. ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഗവൺമെൻറ് ഓഫ് കേരളയുടെയും കീഴിൽ വരുന്ന ഈ ആഴ്ചയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ജോബ് വേക്കൻസിയാണ് നോക്കുന്നത്. ആദ്യത്തേത് നാഷണൽ അലുമിനിയം കമ്പനി ലിമിറ്റഡിലേക്കാണ്, നാൽക്കോയിലേക്കാണ്. തസ്തികയുടെ പേര് നോൺ എക്സിക്യൂട്ടീവ് ആണ്. വേക്കൻസി 518. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2, ഡിഗ്രി, ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 21. അടുത്ത ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസിലേക്കാണ്. തസ്തിക വരുന്നത് അക്കൗണ്ടൻറ്റ്, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ഫോട്ടോഗ്രാഫർ, ഫയർമാൻ, കുക്ക്, ലാബ് അറ്റൻഡൻറ്റ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, ട്രേഡ്സ്മാൻ മെയ്റ്റ്, വാഷർമാൻ, കാർപ്പൻറ്റർ ആൻഡ് ജോയിനർ, ടിൻസ്മിത്ത് ആണ്. വേക്കൻസി 113 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ഉള്ളവർക്കും +2 ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 6. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് ടൗൺ പ്ലാനർ ആണ്. വേക്കൻസി 19. ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത പോസ്റ്റ് സിവിൽ എക്സൈസ് ഓഫീസറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊബേഷനാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ CBSEയിലേക്കാണ്. തസ്തിക വരുന്നത് സൂപ്പറിൻറ്റൻഡൻറ്റ് ഗ്രൂപ്പ് ബി, ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രൂപ്പ് C ആണ്. വേക്കൻസി 212. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2ഉം ഡിഗ്രിയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. തസ്തിക ഫോറസ്റ്റ് ഡ്രൈവർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും ഡ്രൈവിംഗ് ലൈസൻസുമാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ആണ്. തസ്തിക വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസിലേക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് ആണ്. തസ്തിക അസിസ്റ്റൻറ്റ് ഓർ ഓഡിറ്റർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. സപ്ലൈകോയിലേക്ക്. തസ്തികയുടെ പേര് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്ത പോസ്റ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസിലേക്കാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 29. അടുത്തത് ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ്. തസ്തിക സ്പെഷ്യലിസ്റ്റ് ഓഫീസർ SO ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. വേക്കൻസി 1267 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 17. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് വുമൺസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് KSWDCയിലേക്കാണ്. തസ്തിക വരുന്നത് വാർഡൻ, അസിസ്റ്റൻറ്റ് വാർഡൻ ആണ്. വേക്കൻസി 10. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 10. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് KFONിലേക്കാണ്. തസ്തിക വരുന്നത് ചീഫ് ഫിനാൻസ് ഓഫീസർ, മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ ആൻഡ് ഡിസ്ട്രിക്ട് ടെലികോം ഓഫീസർ ആണ്. വേക്കൻസി 18. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 10. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. ITBPയിലേക്കാണ്. തസ്തിക വരുന്നത് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക്, ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് ആണ്. വേക്കൻസി 51. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2ഉമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 22. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്കാണ്. തസ്തിക പ്രൊബേഷണറി ഓഫീസേഴ്സ് ആണ്. വേക്കൻസി 600. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 16. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയാണ്. തസ്തിക വരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടർ ലബോറട്ടറി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ലബോറട്ടറി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ EP ആൻഡ് QA,
സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ലാബ്, ഫീൽഡ് ഓഫീസർ, ലൈബ്രറിയൻ, അക്കൗണ്ടൻറ്റ്, ജൂനിയർ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ലാബാണ് വരുന്നത്. വേക്കൻസി 41. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ്. പോസ്റ്റ് വരുന്നത് ട്രേഡ്സ്മാൻ, വെഹിക്കിൾ മെക്കാനിക്, ഫയർമാൻ, LDC ആൻഡ് അതേഴ്സ് ആണ്. വേക്കൻസി 625 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2ഉം ഡിഗ്രിയുമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 17. അടുത്തത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് തസ്തിക വരുന്നത്. സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഫോർ IT ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. വേക്കൻസി 68. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 10. അടുത്തത് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRBയുടെ നോട്ടിഫിക്കേഷനാണ്. ഗ്രൂപ്പ് D നോട്ടിഫിക്കേഷനാണ്. വേക്കൻസി 32,000 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും +2ഉമാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 22. അടുത്തത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ആയിട്ട് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേക്കൻസി വരുന്നത് തിരുവനന്തപുരം 2, കൊല്ലം 1 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 7ാം ക്ലാസ് പാസും എക്സ്പീരിയൻസും ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15. അടുത്ത പോസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷൻ +2. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓയിൽ പാം ലിമിറ്റഡിലേക്കാണ്. തസ്തിക ഫീൽഡ് അസിസ്റ്റൻ്റ് ആണ്. വേക്കൻസി 8. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15 ആണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആണ്. തസ്തിക ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി ആണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 15. അടുത്ത ഓർഗനൈസേഷൻ സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ ആണ്. പോസ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി, ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സൂപ്രണ്ടൻറ്റൻറ്റ് ആൻഡ് അക്കൗണ്ടൻ്റ് ആണ്. വേക്കൻസി 179 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 12. അടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് ക്ലർക്ക് തസ്തികയാണ്. വേക്കൻസി 13,735 ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രിയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 7 ആണ്. അടുത്തത് കേരള ഹൈക്കോർട്ടിലേക്കാണ് തസ്തിക വരുന്നത്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആണ്. വേക്കൻസി 12. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 6. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലും കേരള സർക്കാരിൻ്റെ കീഴിലും ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ഓരോ ജോലിയുടെയും സെപ്പറേറ്റ് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഈ ആഴ്ചയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലേറ്റസ്റ്റ് ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കിയത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.